അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധം. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. യസ്തേ ബാണവശം പ്രാപ്തോ നയാതി ഭൃശതാഡിത ബ്രഹ്മാഹം ഗിരിജാനാഥശ്ചന്ദ്രോ വഹ്നിർവിമോഹിത ഗണനാ കാനയോ കാമ ത്വദ്ബാണാനാം പരാക്രമേ വരാംഗനാഗണോയം തേ സഹായാർത്ഥം മയേരിത ആഗമിഷ്യതി തത്രൈവ രംഭാദീനാം മനോരമാം ഏകാ തിലോത്തമാരംഭ കാര്യം സാധയിതും ക്ഷമാ ത്വമേവൈക ക്ഷമ കാമം മിളിതൈകസ്തു സംശയ കുരു കാര്യം മഹാഭാഗ ദദാമി തവ വാഞ്ഛിതം പ്രലോഭിതൗ മയാത്യർത്ഥം വരദാനൈ തപസ്വിനൗ സ്ഥാനാന്ന ചലിതൗ ശാന്തൗ വൃഥായം മേ ഗതശ്രമ തഥാ വൈ മായയാ കൃത്വാ ഭീഷിതൗ താപസൗ ഭൃശം തഥാപി നോദ്ധിതൗ സ്ഥാനാത് ദേഹരക്ഷാപരൗ നതൗ ഇതി തസ്യ വചഃ ശ്രുത്വാ ശക്രം പ്രാഹ മനോഭവ വാസവാദ്യാ കരിഷ്യാമി കാര്യം തേ മനസേപ്സിതം യദി വിഷ്ണും മഹേശം വാ
ബ്രഹ്മാണം വാ ദിവാകരം ധ്യായന്തൗ തൗ തദസ്മാകം ഭവിതാരോ വശൗ മുനി. ദേവീ ഭക്തം വശീകർത്തും നാഹം ശക്ത കഥഞ്ചന കാമരാജം മഹാബീജം ചിന്തയന്തം മനസ്യലം. താം ദേവീം ചേന്മഹാശക്തിം സംശ്രിതൗ ഭക്തിഭാവത ന തദാ മമ ബാണാനാം ഗോചരൗ താപസൗ കില. ഇന്ദ്ര ഉവാച ഗച്ഛ ത്വം ച മഹാഭാഗ സർവൈസ്തത്ര സമുദ്യതൈ കാര്യം മമാതിദുസ്സാധ്യം കർത്താ ഹിതമനുത്തമം. വ്യാസ ഉവാച ഇതി തേന സമാദിഷ്ടാ യയുഃ സർവേ സമുദ്യതാ യത്ര തൗ ധർമ്മപുത്രൗ ദ്വൗ തേ പാതേ ദുഷ്കരം തപ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ ചതുർത്ഥസ്കന്ധേ പഞ്ചമോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ശ്രീമഹാസരസ്വത്यै നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 39 മുതൽ 51 കൂടിയുള്ള സമർപ്പണ ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മുനിമാരാമവരെ നീ വശീകരിച്ചിടവേണം. ദേവദൈത്യ മനുഷ്യരെ എവിടെ വച്ചും കാമബാണം പീഡിപ്പിക്കും. ബ്രഹ്മാവും ഞാനും ശംഭുവും ചന്ദ്രനും അഗ്നിയും പണ്ടു മോഹിതരായി. തവ ബാണത്തിൻ്റെ കൂടെ ഇവർ രണ്ടുപേരും വേണു. വാരസ്ത്രീകളൊട്ടനേകം ഉണ്ടെന്നറിയൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രംഭാദികളുടെ കൂട്ടത്തിലെ സുന്ദരികളുണ്ട്. രംഭയ്ക്കും തിലോത്തമയ്ക്കും ഒറ്റയ്ക്കു നേടാം. താങ്കളും ഒറ്റയ്ക്കു മതി. ഇവർ കൂടിയുണ്ടെന്നാകിൽ സംശയമൊട്ടുമേയില്ല. വേണ്ടതു ചെയ്യാം. വരദാനത്തിലൂടെ ഞാൻ പ്രലോഭിപ്പിച്ചു. പിന്നെയോ അവരനങ്ങിയതില്ല. ശ്രമം വിഫലം. മായ കാട്ടി പേടിപ്പിച്ചു. അവരനങ്ങിയതില്ല. ശരീരത്തിൽ പോലും അവർ തൽപരരല്ല. കാമദേവൻ ശക്രനോടു ഇപ്രകാരം ചൊല്ലിയപ്പോൾ, വാസവ തവ മോഹം ഞാൻ സാധിപ്പിച്ചിടാം. ബ്രഹ്മവിഷ്ണു ശിവാദിയെ ആദിത്യനെയാണെങ്കിലും ധ്യാനിക്കുന്നോരെൻ്റെ മുന്നിൽ മോഹിതരാവും. അമ്മേ ദേവി
ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കാമരാജം ജപിക്കുന്ന മഹാദേവി ഭക്തന്മാരെ കാമനായ എനിക്കു തോൽപ്പിക്കാനാവില്ല. അവർ ഭക്തിയോടെ ദേവി ഉപാസന ചെയ്യുന്നെങ്കിൽ അവരെ തോൽപ്പിക്കാൻ എൻ്റെ കഴിവു പോരാ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഇന്ദ്രൻ പറഞ്ഞു, എല്ലാവരും ചേർന്നു പോകൂ, എല്ലാവരും ചേർന്നു പോകൂ, എത്രയും ദുഷ്കരമാകും പ്രവൃത്തിയും എനിക്കായി ചെയ്യുന്നോർ നിങ്ങൾ. വ്യാസൻ പറഞ്ഞു, ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടു കാമാദികളുടൻ തന്നെ തപം ചെയ്യുന്നിടത്തേക്കു യാത്രയായിനാൻ. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ഞാൻ അംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 339 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 39 ശ്ലോകം മുതൽ ആ അധ്യായം പൂർത്തീകരിക്കുന്ന 51 ശ്ലോകം വരെയാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചതും. ഇനി ആ 12 ശ്ലോകങ്ങളെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് അമ്മയ്ക്ക് ഒരു അക്ഷര പുഷ്പാഞ്ജലിയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നരനാരായണന്മാരുടെ തപസ് കണ്ട് പരിഭ്രാന്തനായി ക്രോധാകുലനായി ദേവേന്ദ്രൻ പല രീതിയിൽ തപസ്സിളക്കാൻ ശ്രമിച്ചു. സാധിക്കാതെ വന്നപ്പോൾ കാമദേവനെയും വസന്തനെയും രതിയെയും വിളിച്ച് അപ്സര സ്ത്രീകളോടുകൂടി അവിടെ പോയി
ആ നരനാരായണന്മാരിൽ കാമമുണർത്താൻ പറഞ്ഞയച്ചു. വശീകുരു മഹാഭാഗാമുനി ധർമ്മസുതാവപി. ഇപ്പം ധർമ്മൻ്റെ പുത്രന്മാരായ മുനിമാരാണെങ്കിലും അവരെ വശീകരിക്കണം. കോഹ്യസ്മിൻ സർവസംസാരേ ദേവോ ദൈത്യോധ മാനവ. ലോകത്തെവിടെയും ദേവനാണെങ്കിലും ദൈത്യനാണെങ്കിലും അസുരനാണെങ്കിലും മനുഷ്യനാണെങ്കിലും യസ്തേ ബാണവശം പ്രാപ്തോ നയാതി ഭൃഷതാടിത. താങ്കളുടെ അസ്ത്രങ്ങൾക്ക് വിധേയനായി പീഡിപ്പിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അങ്ങ് അസ്ത്രമയച്ചാൽ, കാമദേവനോട് പറയുകയാണ്, ഹേ കാമദേവ, അങ്ങ് അസ്ത്രമയച്ചാൽ അതിൽ നിന്ന്, ഹേ മനോഭവ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കാരണം അവിടെ ബ്രഹ്മാഹം ഗിരിജാനാഥശ്ചന്ദ്രോ വന്യർ വിമോഹിത. ആരൊക്കെ അതിൽ മോഹിക്കപ്പെട്ടത്? ബ്രഹ്മാവ് സരസ്വതിയുടെ പിന്നാലെ പോയി, ഞാൻ ആ അഹല്യയുടെ പിന്നാലെ പോയി, ഇല്ലേ? അതേപോലെ ഗിരിജാനാഥൻ സാക്ഷാൽ മഹാദേവൻ, അദ്ദേഹത്തിൽ ക്രോധമുണ്ടാക്കാനെങ്കിലും സാധിച്ചുല്ലോ. പിന്നെ ചന്ദ്രൻ ഗുരുപത്നിയെ താരയെ മോഹിച്ചു പോയി. അതേപോലെ അഗ്നി. ഇങ്ങനെ സകലരും നിന്റെ ബാണങ്ങളാൽ മോഹിതരായിട്ടുണ്ട്, വിമോഹിതരായിട്ടുണ്ട്. ഗണന കാനയോ കാമ ത്വദ്ബാണാനാം പരാക്രമേ. അതുകൊണ്ട് ഹേ കാമദേവ, താങ്കളുടെ ബാണങ്ങളുടെ ശക്തി, ആ പരാക്രമം, ഈ രണ്ടുപേരെ പരിഗണിക്കേണ്ട കാര്യം തന്നെ ഉണ്ടോന്നാണ്. അപ്പം ഈ വാരസ്ത്രീഗണത്തെയും താങ്കളുടെ സഹായത്തിനായിട്ട് ഞാൻ നിയോഗിച്ചിട്ടുണ്ട്, ഈ അപ്സര സ്ത്രീകളെ. അതുകൊണ്ട് ഇവരോടുകൂടി അവിടെ പോയി ആ രണ്ടുപേരെയും തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവർക്ക് തപോഭംഗം ഉണ്ടാക്കാൻ അങ്ങയ്ക്ക് സാധിക്കും. ആഗമിഷ്യതി തത്രൈവ രംഭാദീനാം മനോരമ ഏകാ തിലോത്തമ രംഭാ കാര്യം സാധയിതും ക്ഷമ. അപ്പം രംഭാദികളുടെ കൂട്ടത്തിലെ സുന്ദരിമാർ എല്ലാവരും താങ്കളുടെ കൂടെ വരുന്നുണ്ട്. സത്യത്തിൽ ഒരു രംഭയോ ഒരു തിലോത്തമയോ വിചാരിച്ചാൽ തന്നെ അവർക്കൊറ്റയ്ക്ക് ഇക്കാര്യം സാധിക്കാവുന്നതാണ്. താങ്കൾ ഒറ്റയ്ക്ക് മതി ഈ കാര്യം നേടാൻ. ത്വമേവൈക ക്ഷമ കാമം മിളിതൈ കസ്തു സംശയ. ഇവർ കൂടി ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? തീർച്ചയായും നിങ്ങളെ ജയിക്കുള്ളൂ. അവരുടെ തപസ് അത് നിർവിഘ്നം നടക്കുന്നതിന് വിഘ്നമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് കുരുകാര്യം മഹാഭാഗാ ദദാമി തവ വാഞ്ഛിതം. എൻ്റെ കാര്യം വേണ്ടതുപോലെ നടത്തി തന്നാൽ താങ്കളുടെ ഇഷ്ടമനുസരിച്ച് അത് ഞാൻ അങ്ങോട്ട് സാധിപ്പിച്ചു തരാം. അങ്ങക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാലും ഞാൻ തരും. പ്രലോഭിതൗ മയാത്യർത്ഥം വരദാനൈ തപസ്വിനൗ സ്ഥാനാന്ന ചലിതൗ ശാന്തൗ വൃഥായം മേ ഗതശ്രമ. വരം നൽകാം എന്ന് പറഞ്ഞ് ഞാൻ തപസ്വികളെ പ്രലോഭിപ്പിച്ചു. പക്ഷേ അവർ അവിടെ അനങ്ങിയതുപോലുമില്ല. സ്ഥാനാന്ന ചലിതൗ ശാന്തൗ. അപ്പം എൻ്റെ ശ്രമം വൃഥോയം മേ ഗതശ്രമ, എൻ്റെ ശ്രമം അവിടെ വിഫലമായി തീർന്നു. തഥാവൈ മായയാ കൃത്വാ ഭീഷിതൗ താപസോ ഭൃശം. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ആ താപസന്മാരെ മായ കാണിച്ച് പേടിപ്പെടുത്താൻ നോക്കി. എന്നിട്ടും തഥാപി നോദ്ധിതൗ സ്ഥാനാൽ ദേഹരക്ഷാപരൗന്നതൗ. അവരവിടുന്ന് എഴുന്നേറ്റില്ല. അപ്പം ശരീരം രക്ഷിക്കുന്നതിൽ പോലും അവർക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഞാൻ മായ കാണിച്ച് പുലിയെയും സിംഹത്തെയും കടുവയെയും ഒക്കെ കൊണ്ടുവന്നപ്പോൾ കാട്ടുതീയും വലിയ കാറ്റും അതിവൃഷ്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടും അവരെ അവിടുന്ന് അനങ്ങിയതുപോലുമില്ല, രണ്ടാളുകളും. അപ്പോൾ അവർക്ക് സത്യത്തിൽ ശരീരം രക്ഷിക്കുന്നതിൽ പോലും താല്പര്യമില്ല. ഇതി തസ്യ വച ശ്രുത്വാ ശക്രം പ്രാഹ മനോഭവ. ദേവേന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മനോഭവൻ കാമദേവൻ ദേവേന്ദ്രനോട് പറഞ്ഞു, വാസവാ അദ്യ കരിഷ്യാമി കാര്യം തേ മനസേപ്സിതം. അങ്ങയുടെ മനസ്സിലുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അല്ലയോ വാസവ, വാസവി സുതനാണ്. അതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. യതി വിഷ്ണും മഹേശം വാ ബ്രഹ്മാണം വാ ദിവാകരം ധ്യായന്തൗ തൗ തദസ്മാകം ഭവിതാരോ വശോ മുനി.
വിഷ്ണുവിനെയോ മഹേശ്വരനെയോ ബ്രഹ്മാവിനെയോ ഇനി ആദിത്യനെയോ ധ്യാനിക്കുന്നവരാണെങ്കിൽ ആ മുനിമാർ നമ്മുടെ വശത്താവും തീർച്ച. എന്നാൽ ദേവീഭക്തം വശീകർത്തും നാഹം ശക്ത കഥഞ്ജന. കാമരാജം മഹാബീജം ചിന്തയന്തം മനസ്യലം. അപ്പോൾ കാമരാജം എന്ന മഹാബീജമന്ത്രത്തെ മനസ്സിൽ നന്നായി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദേവീഭക്തം വശീകർത്തും നാഹം ശക്ത കഥഞ്ജന, അവരെ വശീകരിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. താം ദേവീം ചേൻ മഹാശക്തിം സംശ്രിതോ ഭക്തിഭാവത ന തഥാ മമ ബാണാനാം ഗോചരൗ താപസൗ കില. അവർ രണ്ടുപേരും ഭക്തിഭാവത്തോടെ മഹാശക്തിയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ആ താപസന്മാർ എൻ്റെ ബാണങ്ങൾക്ക് ലക്ഷ്യമായിട്ട് തീരില്ല. ബാണാനാം ഗോചരവും നാ. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഗച്ഛ, എങ്കിലും ത്വം ച മഹാഭാഗാ സർവൈസ്തത്ര സമുദ്യതൈ കാര്യം മമാതി ദുസ്സാധ്യം കർത്താഹിതമനുത്തമം. താങ്കൾ എല്ലാവരോടും കൂടി അങ്ങോട്ട് പൊക്കോളൂ. എത്ര ദുസ്സാധ്യമാണെങ്കിലും എനിക്ക് ഹിതം ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആളാണല്ലോ അങ്ങ്. അപ്പം അതുകൊണ്ട് പോവുക, എന്നിട്ട് അവനവൻ്റെ കഴിവനുസരിച്ച് ചെയ്യുക. വ്യാസൻ പറയുകയാണ്, ഇതി തേന സമാദിഷ്ട യയു സർവേ സമുദ്യത യത്ര തൗ ധർമ്മപുത്രൗ ദ്വൗ തേ പാതേ ദുഷ്കരം തപ. ഇങ്ങനെ ദേവേന്ദ്രൻ ആ ശക്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഇന്ദ്രൻ നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാവരും, ആരൊക്കെയാ? കാമദേവൻ, വസന്തൻ, രതീദേവി, അപ്സരസ്ത്രീകളിൽ പ്രധാനിയായിട്ടുള്ള തിലോത്തമ അവരുടെ കൂട്ടത്തിൽ പോണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും നരനാരായണന്മാർ രണ്ടുപേരും ചേർന്ന് അതിദുഷ്കരമായ തപസ്, ഉത്തമം തപ ദുഷ്കരം തപ, ഉത്തമവും ദുഷ്കരവുമായിരിക്കുന്ന തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ ഒരുങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്നിടത്താണ് ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.